ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താനിങ്ങനെ ടെൻഷൻ ആവുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ? സ്വന്തം കുടുംബത്തിലുള്ളവരെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റുമോ? സ്വന്തം അനിയത്തി ഒരു ക്രിമിനലിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടും എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് കിരണിന് തോന്നുന്നുണ്ടോ? ഇതൊന്നും ആരും അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. വിവാഹത്തിന് മുമ്പ് തന്നെ അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ താൻ ശ്രമിച്ചതുമല്ലേ? ഇനിയും അതൊക്കെ ഓർത്ത് വിഷമിക്കാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കാം. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അതെ, ആദ്യം പൃഥ്വിക്ക് മീനോന്റെ ഗ്യാങ്ങുമായുള്ള അടുപ്പത്തെക്കുറിച്ചും അതിന്റെ ആഴത്തെക്കുറിച്ചും മനസ്സിലാക്കണം. അതിന് നമുക്ക് അവരുടെ വീട്ടിൽ കയറി അവിടെ നിന്ന് എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് നോക്കണം. ആരാണ് എക്സ് എന്നും ആരാണ് മേനോനെന്നും തിരിച്ചറിയാൻ കഴിയുന്ന എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടിയ നമ്മുടെ മിഷന്റെ പകുതി തന്നെ സക്സസ് ആവും. അതെ, താനെല്ലാം പോസിറ്റീവായി ചിന്തിക്ക. ചിലപ്പോ പൃഥ്വി നമ്മൾ കരുതുന്ന പോലെ അത്ര പ്രശ്നക്കാരൊന്നും ആയിരിക്കില്ല. അവരുമായിട്ട് നമ്മൾ കരുതുന്ന തരത്തിലുള്ള ബന്ധമായിരിക്കില്ല. കിരൺ വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നുണകളൊന്നും പറയാൻ ശ്രമിക്കണ്ട. പൃഥ്വി എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവന്റെ ബേസിക് സ്വഭാവത്തിൽ അത്ര പെട്ടെന്നൊന്നും മാറ്റം വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അന്ന് രക്തചന്ദനത്തിന്റെ കേസില് സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചപ്പോ പൃഥ്വി പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് കോളേജിൽ വെച്ച് കണ്ടിരുന്ന പൃഥ്വി അല്ല ഞാനിപ്പോ. അവിടുന്ന് ഒരുപാട് മാറി. ഇന്ന് ഞാൻ എന്താണെന്ന് ആരെയും ബോധിപ്പിക്കാൻ എന്നെ ശ്രമിക്കാറില്ല. അവൻ അന്ന് അങ്ങനെ പറഞ്ഞത് അവൻ ഇപ്പൊ വലിയ ക്രിമിനലായി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അന്ന് ഞാൻ ആ കേസിൽ വിട്ടുവീഴ്ച ചെയ്തത് പൂർണിമേച്ചയും അശ്വതയും കരുതി മാത്രം. അത് തെറ്റായി പോയി ഇപ്പൊ തോന്നുന്നു. അന്ന് ആ കേസിൽ പൃഥ്വി അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവര് ഫൈൻ അടച്ചിറങ്ങി പോയനെ. ഇങ്ങനൊരു സാധ്യത നമ്മുടെ മുന്നിൽ തെളിയാതെയും പോയനെ. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് വലിയൊരു അവസരമായി കാണുന്നത് നല്ലത്. ഇത്രയും കാലം നമ്മളെല്ലാരും കഷ്ടപ്പെട്ടത് ആ മേനോനെ കണ്ടെത്താനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും വേണ്ടിയല്ലേ? അതിനുള്ള അവസരം പൃഥ്വി വഴി കിട്ടുമെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. ശരിയാണ്. അപ്പൊ സംഭവിച്ചതെല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് കരുതാല്ലേ? അതെ, നമുക്ക് പൃഥ്വിയുടെ പിന്നാലെ തന്നെ പോവാം. ആ വഴിക്ക് എക്സും മേനോനും ആരാണെന്നും കണ്ടെത്താം. അതെ, ഇന്നു മുതൽ മോളും പൃഥ്വിയും പുതിയൊരു ജീവിതം തുടങ്ങുക. നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല കാര്യങ്ങൾ. ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ടാവും. അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോണം. ശരി ചേച്ചി. പൃഥ്വിയുടെ ഭാഗത്തുനിന്ന് എന്തേലും തെറ്റുകൾ ഉണ്ടായാൽ തന്നെ അവന്റെ ഒപ്പം നിന്ന് സ്നേഹത്തോടെ മോളത് പറഞ്ഞു തിരുത്തണം. ഇതെന്താ പൂർണിമേ, കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ അഷിതയുടെ മുന്നിൽ എന്റെ മോനെ മോശക്കാരനാക്കുവാണോ? അയ്യോ, അങ്ങനെയല്ല ചെറിയമ്മേ. എന്തെങ്ങനെയല്ലാന്ന്? പൃഥ്വിയുടെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റുണ്ടാകുന്ന നീ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞതിനെ ചെറിയമ്മ തെറ്റിദ്ധരിച്ചിരിക്കുവാ. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. നീ പറഞ്ഞതില്ല കുഴപ്പം. അല്ലെങ്കിൽ തന്നെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഉപദേശം കൊടുക്കാൻ പൂർണിമയ്ക്ക് എന്ത് യോഗ്യതയുള്ളത്? മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമാ, സ്വന്തം ജീവിതത്തിൽ ചെയ്യാനാ ബുദ്ധിമുട്ട്. ചേച്ചി പറഞ്ഞതില് എനിക്ക് പൃഥ്വിയെ കുറിച്ച് മോശമായിട്ടൊന്നും തോന്നിയില്ല.